ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ബാഹുവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠിഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യത്കൃപാതമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ. ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും കലശത്തിന്റെ പ്രസാദം വാങ്ങിക്കാനുണ്ടെങ്കിൽ ഉടനെ വന്ന് വാങ്ങിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൗണ്ടർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് ഭക്തന്മാർക്ക് കൃഷ്ണ ജന്മാഷ്ടമി ഇത്രയും നേരം നമ്മൾ ആഘോഷിച്ചു. അതിൽ നമ്മൾ കീർത്തനം ചെയ്തു. ഭഗവാനെക്കുറിച്ച് കുറച്ച് വിശിഷ്ട അതിഥികളായിട്ടുള്ള അവരെല്ലാം ഭഗവാനെക്കുറിച്ച് അവർക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം എന്നാണ്. അപ്പോൾ ഭഗവാനെക്കുറിച്ച് ശ്രവിക്കണം, കേൾക്കണം. കേട്ടാൽ മാത്രമേ ഈ ജന്മാഷ്ടമി പൂർത്തിയാകത്തുള്ളൂ. ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ വിഷ്ണു സ്മരണ ഉണ്ടാകുന്നത്. അപ്പോൾ സ്മരണ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഭഗവാനെക്കുറിച്ച് നിരന്തരം കേൾക്കണം. ഒരു ദിവസം മാത്രമല്ല, നിത്യം ഭാഗവത സേവയ എന്നാണ് പറയുന്നത്. ദിവസവും ഭഗവാനെക്കുറിച്ച് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോ വേദി തത്വതഃ തെക്വാദേഹം പുനർജന്മം നൈതി മാമേതി സ്വർജുന എന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവാന്റെ ജന്മം, ഭഗവാൻ അവതരിക്കുക എന്നാണ് പറയുക. അവതരിക്കുക എന്ന് പറഞ്ഞാൽ ഉപരിലോകത്തിൽ നിന്ന്, ഭഗവാന്റെ ഗോലോകധാമത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരിക. ഭഗവാൻ എന്തിനാ ഇറങ്ങി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൗതിക ലോകത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവാത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഉപരിലോകത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നു എന്നാണ്. അപ്പം ആ കാര്യം, ഭഗവാന്റെ ജന്മം, ഭഗവാന്റെ കർമ്മം, ഭഗവാന് പ്രത്യേകിച്ചൊരു കർമ്മമില്ല. നമ്മൾ ഓരോ ജന്മവും വരുമ്പോൾ നമുക്ക് ഓരോ കർമ്മം ഉണ്ടാകും. പൂർവ്വജന്മത്തിൽ ചെയ്തതിൻ്റെ റിസൾട്ട് നല്ലതും ചീത്തയുമായിട്ട് നമുക്കുണ്ടാകും. അത് അനുഭവിക്കാനായിട്ട് നമുക്ക് ജനനമെടുക്കണം. പക്ഷെ ഭഗവാൻ അങ്ങനെ ഒരു ബന്ധമില്ല. ഇങ്ങനെ ഇന്ന കാരണത്തിന് വേണ്ടി വരണമെന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഭഗവാന്റെ ജന്മം മനസ്സിലാക്കിയാൽ, കർമ്മം എന്താ ഭഗവാൻ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കണം. അപ്പൊ ജന്മകർമ്മം, ഭഗവാന്റെ ജന്മവും ഭഗവാന്റെ കർമ്മവും ദിവ്യമായതാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജന്മത്തിനെയും നമ്മുടെ കർമ്മത്തിനെയും പോലെയല്ല ഭഗവാന്റെ ജന്മവും കർമ്മവും. തെക്വാദേഹം, ഈ ശരീരം ഉപേക്ഷിച്ചാൽ, ആരാണ് ഭഗവാന്റെ ജന്മവും കർമ്മവും മനസ്സിലാക്കിയ വ്യക്തി, തെക്വാദേഹം പുനർജന്മ ന വിദ്യതേ എന്ന് പറയുന്നുണ്ട്. നൈതി മാമേതി സ്വർജുന, അവർക്ക് ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പുനർജന്മം ഉണ്ടാകാതെ തിരിച്ച് ഭഗവാന്റെ ലോകത്ത് നമ്മൾ എത്തണം എങ്കിൽ, എത്തിച്ചേരണമെങ്കിൽ ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഉപരിലോകത്തിൽ നിന്ന് അവതരിക്കുന്നതിനായിട്ട് രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. പൊതുവേ നമുക്കൊരു കാരണം അറിയാം. എന്തിനാ ഭഗവാൻ അവതരിക്കുന്നത്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനാമധർമ്മസ്യം തദാത്മാനാം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ.
ഓരോ യുഗം തോറും ഭഗവാൻ അവതരിക്കുന്നു. എന്തിനാണ്? സാധുക്കളെ സംരക്ഷിക്കാനും ധർമ്മത്തിനെ പുനർസ്ഥാപിക്കാനും ഭഗവാൻ എല്ലാ യുഗം തോറും അവതരിക്കുന്നു. ഇത് പുറമേ ഉള്ള ഒരു കാരണമാണ്, എക്സ്റ്റേണലി ഉള്ള റീസണാണ്. അല്ലാതെ പിന്നെ എന്തിനാ ഭഗവാൻ അവതരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഭഗവാൻ നേരെ അവതരിക്കുക, ധർമ്മത്തിനെ ഭഗവത്ഗീത ഉപദേശം തരിക, അസുരന്മാരെ കൊല്ലുക, തിരിച്ചു പോവുക. വേറെ ഭഗവാനൊന്നുമില്ല. പക്ഷെ ഇവിടെ ഭഗവാൻ നിത്യലീല ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തിനാ വെണ്ണ മോഷ്ടിക്കുന്നുണ്ട്, അല്ല വസ്ത്രം മോഷ്ടിക്കുന്നുണ്ട്, ഓരോ അസുരന്മാരെ ഓരോ ദിവസവും കൊല്ലുന്നുണ്ട്? ഇങ്ങനെ ഭഗവാൻ എന്തിനാ ലീല ചെയ്യുന്നത്? അസുരനെ കൊല്ലാൻ ഭഗവാൻ നേരിട്ട് വരേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ഏതെങ്കിലും അസിസ്റ്റന്റിനെ അങ്ങ് വിട്ടാൽ മതി. അല്ലെങ്കിൽ ഭഗവാൻ ഒന്ന് ദൃഷ്ടി കൊണ്ട് നോക്കിയാൽ മതി, അസുരനെ കൊല്ലാൻ സാധിക്കും. പിന്നെ എന്തിനാ ഭഗവാൻ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ലീല, ഭഗവാന്റെ ആ ലീല ഭക്തന്മാർക്ക് സന്തോഷം പ്രദാനം ചെയ്യും. ഭക്തന്മാർക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ ലീലകൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്തസ്ത പരസ്പരം കഥയന്തസ്ത മാണ്നിത്യം ദുഷ്യന്തീച്ച രമന്തിച്ച. ഭഗവാന്റെ കഥകൾ ദിവസവും കേൾക്കുമ്പോൾ ദുഷ്യന്തീച്ച രമന്തിച്ച, മനസ്സിൽ സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അപ്പോൾ കലിയുഗത്തിലെ ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഒരു സമാധാനവും ഇല്ല, എല്ലാം ഉണ്ട്, വീടുണ്ട്, പൈസയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല? സമാധാനമില്ല. അപ്പൊ സമാധാനം വേണമെങ്കിൽ എവിടെ പോകണം? അതാണ് ഭഗവാൻ പറയുന്നത്, അല്ലേ? കഥയന്തസ്തമാം നിത്യം. ഭഗവാന്റെ കഥയ്ക്ക് എത്ര രസമാണെന്ന് ആലോചിച്ചു. അത് ദിവസവും കേട്ടാൽ സന്തോഷം കിട്ടും എന്ന് പറയുന്നുണ്ട്. ശൃണ്വതാം സ്വഗതകൃഷ്ണ പുണ്യശ്രവണ കീർത്തനം ഹൃദയന്തസ്തോ ഹി അഭദ്രാണി വിധിനോതി സുഹൃത്സതാം എന്ന് പറയുന്നുണ്ട്. ശൃണ്വതാം, കേൾക്കുക എന്ന് പറയാണ്. ശൃണ്വതാം സ്വകഥ, ഭഗവാന്റെ സ്വന്തം കഥ, സ്വകഥ. പുണ്യശ്രവണ കീർത്തനം, ആ കഥ കേൾക്കുന്നത് എങ്ങനെയാണ്? പുണ്യശ്രവണമാണ്. അത് കേൾക്കുന്നത് അത്രയും പുണ്യമാണ്. ഹൃദയന്തസ്തോഹി അഭദ്രാണി, ഹൃദയത്തിലുള്ള അഭദ്രാണി, ഭൗതികമായ ആഗ്രഹം, കാമ, ക്രോധ, മോഹം, ഇതെല്ലാം വിട്ടുപോകും. വിധിനോതി സുഹൃത്സതാം, കാരണം ആ ഭഗവാൻ സുഹൃത്താണ്, എല്ലാവരുടെ ഹൃദയത്തിലും ഇരിക്കുന്ന വ്യക്തിയാണ്. ആ ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ അങ്ങനെ പരിശുദ്ധമാകും, ഹൃദയം പരിശുദ്ധം. കാരണം ഹൃദയത്തിൽ ഒരുപാട് അഴുക്കുകൾ കൂടിയിരിക്കുകയാണ്. ആ അഴുക്കുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഹരിനാമം ജപിക്കാൻ സാധിക്കില്ല. ഹരിനാമം ജപിക്കാതെ കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്താലും മതി, കൃഷ്ണനെക്കുറിച്ച് കേട്ടാൽ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് ഭഗവാനെക്കുറിച്ച് കീർത്തനം ചെയ്യാനും നമുക്ക് സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ പറയാണ്, ഏകേ ചാംസ കലാപുംഷ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകൂലം ലോകം മൃതയന്തി യുക്കേ യുക്കേ എന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവാൻ അവതരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഭഗവാന്റെ അംശാവതാരമാണ്. ഭഗവാൻ ഇപ്പോൾ രാമചന്ദ്രനായിട്ട് അവതരിക്കുന്നുണ്ട്, നരസിംഹ അവതാരം എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഭഗവാന്റെ അംശം, കൃഷ്ണന്റെ അംശാവതാരം. കലാപുംഷ, എന്നാൽ അംശാവതാരങ്ങളുടെ അംശാവതാരങ്ങളും വരുന്നുണ്ട്. നാരദമുനി, വ്യാസദേവൻ, മറ്റ് ദേവന്മാരെല്ലാം ഭഗവാന്റെ അംശത്തിന്റെ അംശമാണ്. ഇവരെല്ലാം ഭഗവാന്റെ തന്നെ വിസ്തരണങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ കൃഷ്ണസ്തു സ്വയം ഭഗവാൻ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സ്വയം ഭഗവാനാണ്. അദ്ദേഹത്തിന് മേലെ ആരുമില്ല, അദ്ദേഹത്തിന് തുല്യമായിട്ടും ആരുമില്ല. കൃഷ്ണസ്തു സ്വയം ഭഗവാൻ. ഇന്ദ്രാരി വ്യാകൂലം ലോകം. അപ്പോ ഇന്ദ്ര അരി, ഇന്ദ്രന് എനിമി ആരാണ്? ഇന്ദ്രന്റെ ശത്രു ആരാണ്? അസുരന്മാരാണ്. ഇന്ദ്രാരി വ്യാകൂലം ലോകം ഋതയന്തിയുക്കേ. ഓരോ യുഗം തോറും ഈ അസുരനെ നിഗ്രഹിക്കാനായിട്ട് ഭഗവാൻ അവതരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ അവതാരത്തിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഫസ്റ്റ് ദേവകിക്കും വസുദേവർക്കും വിവാഹം നടക്കുന്നു. ആരാ നടത്തിവെക്കുന്നത്? കംസൻ നടത്തിവെച്ചു. വളരെ ഗ്രാൻഡായിട്ട്. കാരണം അനിയത്തിയുടെ അടുത്ത് അത്ര സ്നേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ സ്നേഹം എങ്ങനെ കാണിക്കണം എന്നറിയാതെ അത്രയും ആഡംബരമായിട്ട് നല്ല രീതിയിൽ വിവാഹം ചെയ്തു വെച്ചു. വിവാഹം ചെയ്തു വെച്ചിട്ട് അനിയത്തിയെ കൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ വിടാനായിട്ട് കംസൻ തന്നെ രഥം ഓട്ടിച്ചു. വേറെ ആരും വേണ്ട, എൻ്റെ അനിയത്തിയെ ഞാൻ തന്നെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് കംസൻ രഥം ഓട്ടിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ കംസൻ ആരെ കൊണ്ടുപോവാണ്? ദേവകിയും വസുദേവരെയും രഥത്തിലിരുത്തി അങ്ങനെ പോകുന്ന വഴിക്ക്
പെട്ടെന്ന് അശരീരി കേൾക്കും, ആകാശവാണി കേൾക്കും. എന്താണ്? ഈ കംസ, നിന്റെ 8ാമത്തെ പുത്രൻ, നിന്റെ അനിയത്തിക്ക് ജനിക്കാൻ പോകുന്ന 8ാമത്തെ പുത്രൻ, അവനായിരിക്കും നിന്നെ കൊല്ലാൻ പോകുന്നത് എന്ന്. അത്രയേ ഉള്ളൂ. ഇത്രയും നേരം ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ അനിയത്തിയെ കണ്ട് തിരിഞ്ഞു നോക്കി രഥം ഓട്ടിക്കുകയാണ്. അനിയത്തിയുടെ സൗന്ദര്യവും അതെല്ലാം ആസ്വദിച്ച് ഓട്ടിച്ച വ്യക്തി ഇപ്പൊ എന്തു പറഞ്ഞു? അശരീരി എന്ത് കേട്ടു? നിന്നെ കൊല്ലാൻ പോകുന്നത് നിന്റെ അനിയത്തിയുടെ 8ാമത്തെ കുഞ്ഞാണ്. ഇമ്മീഡിയറ്റായിട്ട് കംസന്റെ സ്വഭാവമെല്ലാം മാറി ആ അനിയത്തിയുടെ തലമുടിയെ പിടിച്ച് വലിച്ചിട്ട് തല വെട്ടാൻ പോയി. ഇതാണ് അസുര സ്വഭാവം എന്ന് പറയുന്നത്. ദേവനെ പോലെ നന്നായിട്ട് ബിഹേവ് ചെയ്തു, ചിരിച്ചു, നന്നായിട്ട് സംസാരിച്ചു. പെട്ടെന്ന് സ്വന്തം കാര്യം, തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നടക്കുന്നു, തൻ്റെ ജീവന് അപകടം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയതും ഇമ്മീഡിയറ്റ് അസുരനായിട്ട് മാറി, കൊല്ലാനായിട്ട് പോയി. അപ്പോൾ വസുദേവർക്ക് എങ്ങനെ രക്ഷിക്കണം എന്നറിയില്ല. എന്തായാലും സഹോദരിയെ രക്ഷിച്ചേ പറ്റൂ. വസുദേവർക്ക് ഭാര്യയെ രക്ഷിക്കണം. അതുകൊണ്ട് വസുദേവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ചിന്തിച്ചു എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഉടനെ കംസന്റെ അടുത്ത് പറഞ്ഞു, കംസ, ഒരു സ്ത്രീയെ കൊല്ലാൻ പാടില്ല, പ്രത്യേകിച്ച് നിന്റെ ഏറ്റവും സ്നേഹമുള്ള അനിയത്തിയാണ്, അതിനെ കൊല്ലാൻ പാടില്ല. ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയല്ലേ നിന്നെ കൊല്ലുമെന്ന് പറയുന്നത്, ആ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചാൽ ഇമ്മീഡിയറ്റായിട്ട് അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വസുദേവരുടെ വാക്കിൽ ആർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു? കംസന് വിശ്വാസം ഉണ്ടായിരുന്നു. കംസൻ പറഞ്ഞു, ശരി എങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളെ സെപ്പറേറ്റ് വിടില്ല, നിങ്ങൾ പറ്റിച്ചാലോ, കുഞ്ഞ് ജനിച്ചിട്ട് എനിക്ക് തന്നില്ലെങ്കിലോ, അതുകൊണ്ട് കാരാഗ്രഹത്തിൽ കൊണ്ടടച്ചു. ആദ്യത്തെ വർഷമായപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു. ജനിച്ചപ്പോൾ വാക്ക് തെറ്റിക്കാതെ വസുദേവരെന്ത് പറഞ്ഞു വിട്ടു? ആളിനെ കുഞ്ഞ് ജനിച്ചു എന്നുള്ള ന്യൂസ് ആർക്ക്? കംസന് പറഞ്ഞു വിട്ടു. കംസനെ ചെന്ന് അറിയിച്ചു. ഇമ്മീഡിയറ്റായിട്ട് വന്നു. ഭയങ്കര പേടിയാണ്, അസുരനാണ്, ജീവൻ പോകുമോ എന്നുള്ള പേടിയിൽ നേരെ വന്നു കാരാഗ്രഹത്തിൽ ആ കുഞ്ഞിനെ കയ്യിൽ മേടിച്ച് കൊല്ലാനായിട്ട്. മേടിച്ചപ്പോൾ കംസന്റെ മനസ്സിലൊരു മാറ്റം. 8ാമത്തെ കുഞ്ഞാണല്ലോ എന്നെ കൊല്ലാൻ പോകുന്നത്, എന്തിനാ ഈ കുഞ്ഞിനെ ഞാൻ കൊല്ലുന്നത്, അതിനേക്കാളും ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് തിരിച്ചനിയത്തിക്ക് കൊടുക്കും. കൊടുത്തപ്പോൾ സന്തോഷിക്കും, ഒരു ക്ഷണം സന്തോഷിക്കും. ഇമ്മീഡിയറ്റായിട്ട് അസുരബുദ്ധി മാറും. എന്താ ചെയ്യും? ചിലപ്പോൾ ദേവന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല. 8 പറയും, പക്ഷെ ആദ്യത്തെ കുഞ്ഞായിരിക്കും എന്നെ കൊല്ലാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത കുഞ്ഞിനെ മേടിച്ച് അടിച്ചു കൊല്ലും. അങ്ങനെ 1, 2, 3, 4, 5, 6 കുഞ്ഞിനെയും കൊല്ലും. ഈ 6 കുഞ്ഞുങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ കാമ, ക്രോധ, മോഹ, ലോഭ, മത, മാത്സര്യം. 6 കുട്ടികൾ. ഇത് ഒരു വ്യക്തിയുടെ അടുത്തുണ്ടെങ്കിൽ അവർക്ക് ഡിവോഷനേ ഉണ്ടാകില്ല, ഭക്തിയേ ഉണ്ടാകില്ല, കൃഷ്ണനെ കിട്ടില്ല ആ വ്യക്തികൾക്ക്. അങ്ങനെ 6 കുഞ്ഞിനെ കൊന്നു. 7ാമത്തെ കുട്ടി ബലരാമൻ ജനിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ബലരാമൻ ആദ്യം ജനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 6 കാമക്രോധ മോഹങ്ങളെല്ലാം ആരുടെ ഗർഭത്തിലാണ് ജനിച്ചത്? ദേവകിയുടെ. അപ്പോൾ കൃഷ്ണൻ ഫസ്റ്റ് എന്താണ്? ദേവകിയുടെ ഗർഭത്തിനെ ക്ലീൻ ചെയ്യാണ്. കൃഷ്ണൻ വന്ന് ജനിക്കുന്നതിന് മുമ്പ് ബലരാമൻ വന്ന് ആ സ്ഥലം, ആ ഗർഭപാത്രത്തിനെ ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്തു? ബലരാമൻ വന്ന് ദേവകിയുടെ ഗർഭത്തിലുണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണൻ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ആർക്കാണ്? മായാദേവിക്ക്. എന്നിട്ട് പറയും, മായാദേവി യശോദയ്ക്ക് ജനിച്ചിരിക്കുകയാണ്. കൃഷ്ണൻ എവിടെ ജനിക്കാൻ പോകുന്നു? ഇനി ജനിക്കാൻ പോകുന്നതേ ഉള്ളൂ. ബലരാമൻ ദേവകിക്ക് ജനിച്ചിരിക്കുന്നു. മായാദേവിയുടെ അടുത്ത് പറയും, ഈ ബലരാമനെ എവിടെ? ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് എടുത്ത് നേരെ രോഹിണിയുടെ ഗർഭത്തിലോട്ട് മാറ്റാൻ പറയും. അതുകൊണ്ടാണ് ഫോഴ്സ്ഫുള്ളി ഈ ഗർഭപാത്രത്തിലിരുന്ന് വേറൊരു ഗർഭപാത്രത്തിൽ പോയത് കൊണ്ടാണ് സംഘർഷണ എന്നൊരു പേര് ബലരാമനുണ്ടായത്. അപ്പൊ പലരും വിചാരിച്ചു ദേവകിയുടെ കുഞ്ഞ് അലശിപ്പോയി, അബോട്ടായിപ്പോയി എന്ന് വിചാരിച്ചു. പക്ഷെ എന്താ ചെയ്തത്? ഇവിടെ നിന്ന് രോഹിണിയുടെ ഗർഭത്തിലോട്ട് മാറ്റി. എന്നിട്ട് കൃഷ്ണൻ അടുത്തത് ജനിക്കും. കൃഷ്ണൻ ജനിച്ചത് ഹൃദയത്തിലിരുന്ന്, വസുദേവരുടെ ഹൃദയത്തിലിരുന്ന് നേരെ ദേവികയുടെ ഗർഭത്തിൽ പോവും. അവിടെ നിന്ന് ജനിക്കുന്നു. അവിടെ ജനിച്ച കൃഷ്ണൻ ഇമ്മീഡിയറ്റായിട്ട് വസുദേവർ ആ കൃഷ്ണനെ എടുത്തിട്ട് നേരെ ഗോകുലത്തിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് നന്ദബാബയ്ക്ക്, അതായത് യശോദയ്ക്ക് ജനിച്ചിരിക്കുന്ന ദുർഗയെ എടുത്തുകൊണ്ട്, ദേവിയെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവയ്ക്കും, ദേവികയുടെ അടുത്ത് കൊണ്ടുവയ്ക്കും.
വെച്ചതും കംസൻ വരും, തിരിച്ച് വന്ന് നോക്കിയതും കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എട്ടാമത്തെ കുഞ്ഞ് ആരാ ജനിച്ചിരിക്കുന്നത്? ദേവിയാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ എട്ടാമത്തെ കുട്ടി ആൺകുട്ടിയാണ് ജനിക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ എന്താണ്, കംസൻ വന്ന് നോക്കിയപ്പോൾ പെൺകുട്ടി. അപ്പോൾ എന്നിരുന്നാലും പെൺകുട്ടി എന്നെ കൊല്ലില്ല എന്നുള്ള ഉറപ്പുണ്ടായിരുന്നാലും ഒരു പേടി കാരണം ആ പെൺകുട്ടിയും കൊല്ലാനായിട്ട് പോകും. അങ്ങനെ കയ്യിൽ നിന്ന് സ്ലിപ്പായി ദേവി അങ്ങ് അപ്രത്യക്ഷമാവും. അങ്ങനെ കൃഷ്ണൻ എവിടെ വന്നു? കൃഷ്ണൻ നന്ദപാപ്പയുടെ വീട്ടിൽ ജനിച്ചു. ബലരാമനും ജനിച്ചു. വൃന്ദാവനം മുഴുവനും സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വസുദേവർക്ക് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും? ജയിലിലിരിക്കുന്ന വ്യക്തി എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും? ജനിച്ചത് മിഡ് നൈറ്റാണ്, പാതിരാത്രിക്കാണ് ജനിച്ചത്. അതുകൊണ്ട് മാനസികമായിട്ട് അദ്ദേഹം ഇങ്ങനെ പശുക്കളെ ദാനം ചെയ്യുന്നു, വൈഷ്ണവർക്കെല്ലാം പ്രസാദം ഊട്ടുന്നു. അതുകൊണ്ടാണ് നാളത്തെ ദിവസം നന്ദോത്സവം എന്നുള്ള ഒരു ഫെസ്റ്റിവൽ ഉള്ളത്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാനസികമായിട്ട് എല്ലാവർക്കും വിഭവങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും ആഹാരവും എല്ലാം കൊടുക്കുന്നു അടുത്ത ദിവസം. അങ്ങനെ കൊടുത്ത് വൃന്ദാവനം മുഴുവനും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ദേവന്മാരെല്ലാം ദേവലോകത്തിൽ നിന്ന് കൃഷ്ണൻ ജനിച്ചതിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഭൂമിയിൽ. കാരണം ആർക്കും കാണാൻ പറ്റാത്ത ഒരു സ്പെഷ്യൽ അവതാരമാണ് കൃഷ്ണ അവതാരം. ആ അവതാരം കാണാനായിട്ട് ദേവന്മാരെല്ലാം ഇങ്ങനെ ആകാശത്തിൽ കൂടെ വന്ന് ഇങ്ങനെ കാണാനായിട്ട് നന്ദബാബയുടെ വീടുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് 1 മാസമായി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, കൃഷ്ണനെ കണ്ട സന്തോഷത്തിലാണ്. ആ 1 മാസമായപ്പോൾ പൂതന വരുന്നു. കംസൻ ഇങ്ങനെ ഓരോരുത്തരായിട്ട്, കാരണം 8ാമത്തെ കുഞ്ഞിന് ദേവിയാണ്, പക്ഷെ ഈ കുഞ്ഞ് എവിടെയോ ജനിച്ചു എന്നുള്ള അശരീരി കേട്ടു. അപ്പോൾ വൃന്ദാവനത്തിൽ എവിടെയോ കുട്ടിയുണ്ട്, അതുകൊണ്ട് എല്ലാ കുട്ടികളെയും കൊല്ലണം. ആൺകുട്ടിയായിട്ട് ആ ദിവസത്തിൽ ജനിച്ച സകല കുട്ടികളെയും കൊല്ലണം എന്ന് ആര് തീരുമാനിച്ചു? കംസൻ തീരുമാനിച്ചു. അങ്ങനെ ഓരോ ദിവസവും ഓരോ അസുരന്മാരെ അയക്കുകയാണ് ഗോകുലത്തിൽ. അയച്ചിട്ട് ആദ്യം ആരെ അയച്ചു? പൂതനെ അയച്ചു. പൂതന ഭയങ്കര സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്, അല്ലേ? ദേവത പോലെ, ഐശ്വര്യ ദേവത പോലെ, മഹാലക്ഷ്മി പോലെ അത്രയും സുന്ദരിയായിട്ട് ആര് വരുന്നു? പൂതന വരുന്നു. അപ്പോൾ ഓൾറെഡി പലരും വൃന്ദാവനത്തിൽ പറയുന്നുണ്ട്, ഞാനൊരു ദേവതയെ കണ്ടു, ഞാനൊരു ദേവനെ കണ്ടു, അപ്സരസെ കണ്ടു എന്നൊക്കെ പറയുകയാണ്. കാരണം പലരും കൃഷ്ണനെ കാണാൻ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് ആരാ വന്നിരിക്കുന്നത്? സുന്ദരിയായിട്ട് ഒരു സ്ത്രീ പാല് കൊടുക്കാനായിട്ട് യശോദയുടെ വീട്ടിൽ വരും. യശോദയും കണ്ടിട്ട് സാക്ഷാത് മഹാലക്ഷ്മി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വിളിച്ച് പാല് കൊടുക്കാനായിട്ട് കൃഷ്ണനെ കൈ കൊടുക്കും. കൃഷ്ണനെ കയ്യിൽ കിട്ടിയതും ഭയങ്കര സന്തോഷമായിട്ട് എന്താണ് പാല് കൊടുക്കാനായിട്ട് എടുത്തു. പക്ഷെ എന്താ ചെയ്തത്? പൂതന ആ വിഷം തടവിയിരിക്കുകയാണ്. സ്ഥാനത്തിൽ വിഷം തടവി കൊണ്ട് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതിനാണ്. ഇമ്മീഡിയറ്റായിട്ട് കൃഷ്ണൻ ജീവൻ എടുത്തു. ജീവൻ എടുത്തതും ഒറിജിനൽ രൂപം പുറത്തു വന്നു. ആരുടെ? പൂതനയുടെ. അങ്ങനെ അസുര സ്ത്രീയായിട്ട്. എത്ര സൈസാണ് പൂതനയുടെ സൈസ് എന്ന് ചോദിച്ചാൽ 6 കിലോമീറ്റർ സൈസ് ഉണ്ടായിരുന്നു പൂതനയ്ക്ക്. കൃഷ്ണൻ ജീവൻ എടുത്തപ്പോൾ മരിച്ചു കിടക്കുന്ന പൂതന 9 കിലോമീറ്റർ, അത്രയും സൈസായിട്ട് ഇങ്ങനെ ചത്ത് കിടക്കുകയാണ്. എല്ലാവരും പേടിച്ചു. അങ്ങനെ ഒരു ദിവസം എന്നിട്ട് ഈ ശരീരത്തിന് അവർ ഭാഗമാക്കി കത്തിക്കും. കത്തിച്ച് അത് ശരീരത്തിൽ നിന്ന് സുഗന്ധം വരുന്നുണ്ട്. അപ്പൊ പലർക്കും വിചാരിച്ചു ഇതെങ്ങനെയാ സുഗന്ധം വരുന്നത്? കൃഷ്ണൻ തൊട്ടത് കൊണ്ട് ആ ശരീരം പവിത്രമായി. കൃഷ്ണൻ അമ്മയുടെ സ്ഥാനം കൊടുത്തു പൂതനയ്ക്ക്, മോക്ഷം കൊടുത്തു പൂതനയ്ക്ക്. ഇത്രയും വലിയ അസുര സ്ത്രീയായിട്ട് അവർക്ക് കൃഷ്ണൻ എന്ത് കൊടുത്തു? മോക്ഷം കൊടുത്തു. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ അസുരനെ അയക്കുകയാണ്. 3ാമത്തെ മാസമായപ്പോൾ കാളവണ്ടിയുടെ രൂപത്തിൽ ഒരു അസുരനെ അയച്ചു, ചകടാസുരൻ. കുഞ്ഞാണ്, ഇങ്ങനെ കിടക്കുകയാണ്, കാളവണ്ടിക്ക് അടിയിലിട്ടിരിക്കുകയാണ്. ആ കുട്ടി ഇങ്ങനെ നോക്കിയപ്പോൾ ഈ അസുരൻ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചെറിയ കാല് കൊണ്ട് ഒരു ചവിട്ട് അസുരൻ ചത്തുപോയി. എല്ലാവരും അതിശയിച്ചു, ഇതെങ്ങനെയാണ്? ഒരു ചെറിയ കുഞ്ഞ്. പക്ഷെ പലർക്കും മനസ്സിലായില്ല ഇത് അസുരനാണെന്ന് മനസ്സിലായി. പക്ഷെ കൃഷ്ണൻ ചവിട്ടിയിട്ടാണ് ഈ അസുരൻ മരിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ നിത്യം ഇവിടെ ഓരോ തരത്തില് ലീല നടക്കുകയാണ്. 2 വയസ്സായപ്പോൾ തൃണാവൃതൻ വന്നു, കാറ്റിന്റെ രൂപത്തിൽ കൊല്ലാൻ അയച്ചു. അടുത്തത് ഹോൾ വൃന്ദാവനത്തിലെ കംപ്ലീറ്റ് കാറ്റ്, ഇങ്ങനെ ചുഴലിക്കാറ്റ് പോലെ വന്നിട്ട് കംപ്ലീറ്റ് കറക്കി എടുത്തോണ്ട് പോകുന്നു. കൂട്ടത്തിൽ ആരും കൂടെ എടുത്തു, കൃഷ്ണനെയും കൂടെ എടുത്തു. നേരെ എടുത്തിട്ട് എത്രയോ ദൂരെ പോയി.
യശോദ കണ്ടിട്ട് കൃഷ്ണ 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 എന്ന് വിളിച്ചിട്ട് കരയും. പക്ഷെ കൃഷ്ണൻ ഒരു പേടിയും ഇല്ലാതെ നേരെ പോയിട്ട് ആകാശത്ത് ഏറ്റവും ടോപ്പിൽ പോയിട്ട് ആ തൃണാവൃതന്റെ കഴുത്ത് പിടിച്ചു വരുന്നിരിക്കും. അത്രേ ഉള്ളൂ. അവിടെ നിന്ന് വന്ന് വീഴും, താഴെ തീരും. അങ്ങനെ തൃണാവൃതനെ കൊന്നു. അപ്പൊ കൃഷ്ണൻ ഇങ്ങനെ ഓരോ ദിവസം ഓരോ ലീല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭയങ്കര കുസൃതി കാണിക്കുകയാണ്. എന്താണ്? വെണ്ണ മോഷ്ടിക്കാൻ പോകുന്നു, വെണ്ണ കഴിക്കുന്നു. അമ്മ യശോദ എന്ത് ചെയ്യുവെച്ചാല് കൃഷ്ണന് വെണ്ണ ഉണ്ടാക്കി കൊടുക്കും. ഡെയിലി വെണ്ണ ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാ വെണ്ണ ഉണ്ടാക്കുന്നത്? കൃഷ്ണൻ ചെയ്ത ലീലയെല്ലാം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഡെയിലി ഇങ്ങനെ വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മടിയിലിട്ട് കൃഷ്ണന് വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്പോൾ അടുപ്പത്ത് പാല് തിളയ്ക്കും. ഈ പാല് തിളയ്ക്കുന്ന കണ്ടിട്ട് അമ്മ എന്ത് ചെയ്തു? പാല് തിളച്ചു മറിയാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് കൃഷ്ണനെ എടുത്ത് തറയിലിട്ടിട്ട് ഓടിപ്പോയി അടുപ്പിനെ അണയ്ക്കാൻ പോയി. കൃഷ്ണന് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ ഈ ലീലകളെല്ലാം ആര് കണ്ടുകൊണ്ടിരിക്കുകയാണ്? ഉപരിലോകത്തിൽ നിന്ന് ദേവന്മാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവന്മാരെല്ലാം ചിരിച്ചു. എന്താണ്? കൃഷ്ണന്റെ ദേഷ്യം കണ്ടിട്ട് അവരെല്ലാം ചിരിച്ചു. ഈ യശോദയുടെ മടിയിൽ കിടക്കുന്നു, പാലിനെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ എടുത്ത് തറയിലിട്ടു. പരമപുരുഷനായ ഭഗവാൻ, പ്രപഞ്ചം മുഴുവനെയും നിയന്ത്രിക്കുന്ന ഭഗവാൻ, ആ ഭഗവാൻ സാധാരണ ഒരു സ്ത്രീയുടെ മടിയിൽ കിടക്കുന്നു. ആ ഭഗവാൻ എടുത്ത് നിസാര തറയിലെടുത്തിട്ടിട്ട് പോയി. നമ്മുടെ ഒരു കൃഷ്ണന്റെ വിഗ്രഹം എടുത്ത് തറയിലിടുവോ? ഇടില്ല. പക്ഷെ സ്വയം ഭഗവാൻ, ആ ഭഗവാനെ നിസാരം തറയിലിട്ടു. അപ്പൊ കൃഷ്ണന് തന്നെ ദേഷ്യം വന്നു. കൃഷ്ണൻ മനസ്സിൽ വിചാരിച്ചു, ഞാൻ എത്ര കാരുണ്യമാണ് കൊടുത്തത് ഈ സ്ത്രീക്ക്, പക്ഷെ ഒരു വിലയില്ലാതെ എന്നെ തറയിലിട്ടിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തില് ഒരു കല്ലെടുത്ത് ആ കടഞ്ഞുകൊണ്ടിരിക്കുന്ന കലത്തിനെ പൊട്ടിച്ചു. കലത്തിനെ പൊട്ടിച്ചതും കലമെല്ലാം വെണ്ണയൊക്കെ വന്നു. കൃഷ്ണൻ ചവിട്ടിയിട്ട് അവിടെയൊക്കെ ഓടി. യശോദ വിട്ടില്ല. യശോദ ഇങ്ങനെ ഓടി വരുന്നത് കണ്ടപ്പോൾ ദേവന്മാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലീല. പെട്ടെന്ന് യശോദ ഒരു കയ്യിൽ ഒരു വടിയും കൂടെ എടുത്തു. അത് കണ്ടപ്പോൾ ദേവന്മാര് വിചാരിച്ചു, ഈ സ്ത്രീക്ക് എന്താ വട്ടാണോ? പരമപുരുഷനെ അടിക്കാൻ ഓട്ടിക്കുന്നു, ഭഗവാനെ അടിക്കാൻ ഓട്ടിക്കുന്നു. ഭഗവാൻ ബ്രഹ്മാവിന് പോലും ദർശനം കിട്ടില്ല, യോഗിമാർക്ക് ദർശനം കിട്ടില്ല. എത്ര കാരുണ്യപൂർവ്വം ഇവർക്ക് മകനായിട്ട് ജനിച്ചിരിക്കുന്നു. ആ ഭഗവാൻ ആരെങ്കിലും തല്ലുവോ? ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുവോ? പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? വടിയും എടുത്തുകൊണ്ട് ഓട്ടിക്കുന്നു എന്ന് വിചാരിച്ചു. അതേപോലെ യശോദ ഓട്ടിച്ചു. മുറ്റത്തിൽ കംപ്ലീറ്റ് ഓട്ടിച്ചിട്ട് ഫൈനലി കയറിട്ട് കെട്ടി. എവിടെ കെട്ടി? ഒരല് കെട്ടി. ഒരല് വലിച്ചുകൊണ്ട് പോയി. ഒരല് വലിച്ചുകൊണ്ട് മുറ്റത്തിറങ്ങിയതും 2 കൂറ്റൻ മരങ്ങൾ, അർജുന വൃക്ഷങ്ങൾ, ആ 2നും മോക്ഷം കൊടുത്തു. അത് കണ്ടപ്പോ സാധാരണ ഒരു ചെറിയ കുട്ടി ഒരല് വലിച്ചുകൊണ്ട് പോയാൽ ഈ മരങ്ങൾ മുറിഞ്ഞു വീഴില്ല. ഒരെണ്ണം മുറിഞ്ഞു വീഴാം, 2 മരവും മുറിഞ്ഞു വീണു. അപ്പൊ പരമപുരുഷനായ ഭഗവാൻ. അപ്പൊ ഇവർക്ക് തോന്നി ഇവിടെ എന്തോ സംഭവിക്കുകയാണ് ഈ ഗോകുലത്തില്. അതുകൊണ്ട് ഉടനെ നമുക്ക് ഈ കുട്ടികളെ എവിടെ കൊണ്ടുപോകാം? നമുക്ക് ടൗൺ തന്നെ മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിൽ പോകാമെന്ന് തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. ഒരു തീരുമാനമെടുത്തു. നാട്ടുകാരെല്ലാം വന്ന് പറഞ്ഞു, കൃഷ്ണൻ ഇങ്ങനെ ഡെയിലി അപകടം സംഭവിക്കുകയാണ്, പല അസുരന്മാരും കൃഷ്ണനെ കൊല്ലാൻ വരികയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കൃഷ്ണനെ കൊണ്ടിട്ട് നമുക്ക് അടുത്ത വൃന്ദാവനത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റായിട്ട് എല്ലാവരും എഗ്രി ചെയ്തു. ഉടനെ ഹോൾ സിറ്റി ഷിഫ്റ്റ് ചെയ്തു. ആലോചിച്ച് നോക്കുക, അതത്ര നിസ്സാര കാര്യമല്ല. ഒരു പ്രളയം വന്നാൽ പ്രളയത്തിലിരിക്കുന്ന ആൾക്കാർ വീട് വിട്ട് പോവില്ല, വീട്ടിലെ സാധനങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവില്ല. അവരുടെ ജീവനാണ് ഏറ്റവും വലുത്. എന്നാൽ അതിനേക്കാളും വിലപിടിപ്പില്ലാത്ത ഈ സാധനങ്ങളെ അവരിങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ചിലർ വീട് വിട്ടേ പോകാതെ പ്രളയത്തിനകത്ത് അവിടെ തന്നെ ഇരിക്കുമെന്ന് പറയാണ്. പക്ഷെ നിസാരം ആ ഗ്രാമം തന്നെ ഷിഫ്റ്റ് ചെയ്തു. 1 മണിക്കൂറിൽ എല്ലാവരും ഷിഫ്റ്റ് ചെയ്തു. കയ്യിൽ കിട്ടുന്നത് എടുത്തിട്ട്. അത്രയും ഡിറ്റാച്ച്ഡ് ആയിരുന്നു, ഒരാസക്തിയും ഇല്ലാത്ത ആൾക്കാരായിരുന്നു. പക്ഷെ അവരുടെ ആസക്തിയെല്ലാം ആരുടെ അടുത്തായിരുന്നു? സാക്ഷാത് ഭഗവാന്റെ അടുത്തായിരുന്നു. അങ്ങനെ വൃന്ദാവനത്തിൽ ദിവസവും ലീല നടക്കുകയാണ്. ഒരു ദിവസം കൃഷ്ണൻ വളർന്നു, 6 വയസ്സായി. 6 വയസ്സായപ്പോൾ അവിടെ ഒരു അഗാസുര എന്ന് പറയുന്ന ഒരു വലിയൊരു പാമ്പ്, മലമ്പാമ്പിനെ കൊണ്ടു. അപ്പോൾ കുട്ടികളെല്ലാം വിചാരിച്ചു അത് എന്തോ ഗുഹയാണ്, അതിനകത്ത് പോയി കളിക്കാമെന്ന്. ഇപ്പൊ കൃഷ്ണൻ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരെന്നാലും പോയി. അകത്ത് പോയപ്പോ എല്ലാവരും അകത്ത് പോയതും വായടച്ചു. വായടച്ചപ്പോൾ ഇവരെല്ലാം അകത്ത് ട്രാപ്പായി പോയി. അവരെല്ലാം ഒരാളും പേടിച്ചില്ല.
ഒരു ഗോപന്മാരും പേടിച്ചില്ല. എന്തുകൊണ്ടാ പേടിച്ചില്ല എന്ന് ചോദിച്ചാൽ, എന്ത് വന്നാലും ഞങ്ങളെ രക്ഷിക്കാൻ ആരുണ്ട്? കൃഷ്ണനുണ്ട്. എന്ത് അപകടം വന്നാലും അവർ കൃഷ്ണ എന്ന് പറഞ്ഞ് ഒരു വിളി വിളിക്കും, ഇമ്മീഡിയറ്റ് ആയിട്ട് കൃഷ്ണൻ വരും. അതുപോലെ വിളിച്ചു, കൃഷ്ണൻ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നു. ഈ അഹാസുരന്റെ വായിക്കകത്ത് കയറിപ്പോയി കംപ്ലീറ്റ് ഇടിച്ച് കൊന്നു അവരെല്ലാം പുറത്തെടുത്തു നിസ്സാരമായിട്ട്. കൃഷ്ണഭക്തന്മാർക്ക് പേടിയുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? എന്നെ രക്ഷിക്കാൻ എൻ്റെ നാഥനുണ്ട് എന്നുള്ള തോന്നൽ ആർക്കുണ്ടാവും? കൃഷ്ണഭക്തന്മാർക്കുണ്ടാവും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെയും കൃഷ്ണഭക്തനായിട്ടില്ല എന്ന് തീരുമാനിക്കാം. ആർക്കാണോ കൃഷ്ണന്റെ അടുത്ത് ഉറച്ച വിശ്വാസമുള്ളത് അവർക്ക് ഒരിക്കലും വ്രജവാസികളെ പോലെയാവും. അവർക്ക് ഒരു പേടിയും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം അഹാസുരനെ കൊന്നു. അടുത്ത ദിവസം ബകാസുര, ഒരു പക്ഷിയുടെ രൂപത്തിലുള്ള 4 വയസ്സായപ്പോൾ കൃഷ്ണൻ അതിനെ കൊന്നു. ഇങ്ങനെ നിത്യം ലീല നടക്കുകയാണ്. ഓരോ അസുരന്മാര് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ കിങ്കരന്മാരെല്ലാം ബ്രഹ്മാവിന് ചെന്ന് ഒരു മെസ്സേജ് കൊടുത്തു. അറിഞ്ഞോ, വൃന്ദാവനത്തില് കൃഷ്ണൻ സാക്ഷാത് ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ബ്രഹ്മാവാണ് വേദം പഠിപ്പിച്ചത്. ബ്രഹ്മാവിനറിയാം കൃഷ്ണൻ എപ്പോൾ ജനിക്കും എന്നുള്ള കാര്യമല്ല. എന്നിരുന്നാലും ബ്രഹ്മാവിനൊരു സംശയം. കാരണം കൃഷ്ണൻ ജനിച്ചോ ജനിച്ചില്ലയോ ഈ കാലത്ത് വരും എന്നുള്ളതാണ്. അപ്പൊ ബ്രഹ്മാവിന് കൺഫേം ആയിട്ട് മനസ്സിലായില്ല കൃഷ്ണൻ വന്നോ ഇല്ലയോ എന്ന്. അപ്പൊ ബ്രഹ്മാവ് ശരി ഞാൻ വന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഹംസത്തിൽ ഇങ്ങനെ ബ്രഹ്മാവ് സത്യലോകത്തിൽ നിന്ന് താഴോട്ട് വന്നപ്പോ ശരിക്കും വലിയ പൂതനയെ കൊന്ന് കത്തിച്ചങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വലിയ പാമ്പിനെ ഇങ്ങനെ കൊന്നിട്ടിരിക്കുന്നു. അപ്പൊ ബ്രഹ്മാവിന് തന്നെ സംശയം, സാധാരണ ഒരു ചെറിയ കുട്ടിക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ആരായിരിക്കും ചെയ്തത്? ചിലപ്പോൾ കൃഷ്ണനായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് കൃഷ്ണനാണോ എന്ന്. അപ്പൊ ആ സംശയം കൊണ്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, കൃഷ്ണനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഇരുന്ന കംപ്ലീറ്റ് ഗോപന്മാരെയും പശുക്കളെയും എല്ലാം ഹംസവാഹനത്തിൽ കയറ്റിയിട്ട് ബ്രഹ്മലോകത്ത് പോയി. ഫാസ്റ്റ് പോവുകയാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവ് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കാം എന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോ ബ്രഹ്മാവ് എടുത്തോണ്ട് പോയി എല്ലാരെയും. പക്ഷെ ഇവിടെ കൃഷ്ണൻ മനസ്സിലാക്കി, ബ്രഹ്മാവ് വന്നിട്ട് പോയത് കൃഷ്ണൻ മനസ്സിലായി ഭഗവാനായതുകൊണ്ട്. ഒരു ഗോപനെയും കാണാനില്ല, ഒരു ഗോപികളെയും കാണാനില്ല, ഒന്ന് പശുക്കളെയും ആരെയും കാണാനില്ല. അപ്പൊ മനസ്സിലായി കൊണ്ടുപോയത് ആരായിരിക്കും? ബ്രഹ്മാവാണെന്ന്. പക്ഷെ ഭഗവാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് വിസ്തരണം എടുത്തു. ഓരോ ഗോപന്മാരായിട്ട് സെപ്പറേറ്റ്, സുധാമ, ശ്രീധാമ എന്ന് പറഞ്ഞ് ഓരോ ഏതൊക്കെ ഗോപന്മാരുണ്ടോ എല്ലാ ഗോപന്മാരായിട്ട് ഭഗവാൻ വിസ്തരിച്ചു. അതുകൂടാതെ ഓരോ പശുക്കളായിട്ട് ഏതൊക്കെ പശുക്കളുണ്ടോ എല്ലാ പശുക്കളും സെയിം പശുക്കളായിട്ട് കൃഷ്ണൻ മാറി. എന്നിട്ട് എല്ലാവരും അവരവരെ വീട്ടിൽ പോയി. പക്ഷെ ഇപ്പോ ഈ അമ്മമാർക്ക് ഇതുവരെയും ഇല്ലാത്ത സ്നേഹം മക്കളുടെ അടുത്തുണ്ടായി. വൃന്ദാവനത്തിൽ എല്ലാ വീടുകളിലും സന്തോഷമാണ്. ഒരു വീട്ടിലും ഒരു തരത്തിലും പ്രശ്നമില്ല. എല്ലാവരും ഫുൾ ആനന്ദത്തിലിരിക്കുകയാണ്. ഗോലോക വൃന്ദാവനത്തിൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെ മുഴുവൻ വൃന്ദാവനം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു തരത്തിലും വേവലാതിയില്ല, ഒരു തരത്തിലും വിഷമമില്ല, ഒന്നുമേയില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. വൃന്ദാവനം മൊത്തവും സന്തോഷം കൊണ്ട്. എന്തുകൊണ്ടാണ്? പാലുകളല്ല, പശുക്കളുടെ അമ്മയൊക്കെ തനിയെ പാല് കറക്കാതെ തന്നെ പാല് ചുരത്തുന്നു. ഇങ്ങനെ വൃന്ദാവനം മുഴുവനും ആനന്ദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവ് തിരിച്ചു വന്നു. കുറച്ച് കഴിഞ്ഞ് ബ്രഹ്മാവ് തിരിച്ചു വന്നപ്പോ 1 വർഷം കഴിഞ്ഞു. കൃത്യമായിട്ട് എത്ര കാലം കഴിഞ്ഞു? 1 വർഷം. ജസ്റ്റ് എടുത്തിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോ ദേവവർഷം. എന്നാൽ ഈ 1 വർഷവും ഒന്നും സംഭവിച്ചിട്ടില്ല. ആരും വൃന്ദാവനത്തിൽ മരിച്ചില്ല, ആർക്കും വയസ്സായില്ല, ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ കാലത്തിനങ്ങ് നിർത്തി. കാലം ആരാണ്? കൃഷ്ണനാണ്. കൃഷ്ണൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്തു? കാലത്തിന്റെ പ്രവർത്തനത്തിനെ അവിടെ നിർത്തിയപ്പോ ഇവിടെ അതുപോലെ ഉണ്ട്. അപ്പൊ ബ്രഹ്മാവിന് മനസ്സിലായി ഇത് സാക്ഷാത് ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഭഗവാന്റെ ഫ്രണ്ടിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് കരയും. ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി, ഭഗവാൻ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ബ്രഹ്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വേദം എന്തിനാ തരുന്നുണ്ട്? വേദേഷു സർവൈര അഹം ഏവ വേദ്യോ, വേദത്തിൽ നിന്നെല്ലാം എന്നെ മനസ്സിലാക്കണം എന്ന് പറയുന്ന അതേ ബ്രഹ്മാവിനെ തെറ്റി. അങ്ങനെ ബ്രഹ്മാവ് ഭഗവാന്റെ നമസ്കരിച്ചുകൊണ്ട് ബ്രഹ്മാവ് സംഹിത പാടും. അങ്ങനെ എന്താ പറയുക, ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ച് പാടി ഭഗവാന്റെ അനുഗ്രഹം കൊടുത്ത് ബ്രഹ്മാവ് പോകും.
അപ്പോൾ കുട്ടികൾ വളരുകയാണ്. 7 വയസ്സായി കൃഷ്ണന്. 7 വയസ്സായപ്പോൾ ധേനുകാസുര, കഴുതയുടെ രൂപത്തിൽ അസുരൻ വരികയാണ്. ഈ കഴുതയുടെ രൂപത്തിലുള്ള അസുരൻ എന്താ പറയാന്ന് വെച്ചാല്, ആ വനത്തിനകത്ത് താളവനം എന്ന് പറയുന്ന ഒരു പ്രത്യേകതര ഫ്രൂട്ടുണ്ട്. ഈ ഫ്രൂട്ട് സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കും. ഇത് വേറെ ആർക്കും കൊടുക്കില്ല. പക്ഷെ ഈ ഗോപന്മാർ വിചാരിക്കുന്ന ആ ഫ്രൂട്ടിന്റെ സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ പഴത്തിന്റെ സ്മെല്ല് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത് അനുഭവിക്കാനേ സാധിക്കുന്നില്ല, കഴിക്കാനേ പറ്റുന്നില്ല. കൃഷ്ണ ഒരു ദിവസം ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകും എന്ന് പറയും. അപ്പൊ കൃഷ്ണനും ശരി നമുക്ക് പോവാം, അങ്ങനെ നോക്കാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൃഷ്ണനും ബലരാമനും ഗോപനും എല്ലാം കൂടെ പോയി ഫ്രൂട്ട്സ് ഇങ്ങനെ ഓരോന്നും പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. ധേനുകാസുരൻ വരും. ധേനുകാസുരൻ വന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കൃഷ്ണനെ അറ്റാക്ക് ചെയ്യാൻ പോകും. കൃഷ്ണനെ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ എറി. അപ്പോ ഒരെണ്ണം ഇങ്ങോട്ട് എറിയുന്നു. 2 കൃഷ്ണനും ബലരാമനും ഈ ക്രിക്കറ്റ് അടിച്ചാൽ 6ഉം 4ഉം പോയാൽ ആൾക്കാരൊക്കെ ആഘോഷിക്കും. അതുപോലെ ഇവിടെ ഗോപന്മാർ ഭയങ്കര ആഘോഷമാണ്. എന്താണ് ഒരു എറി? എന്തിനാ എറിയുന്നത്? കഴുതയാണ് എടുത്തെറിയുന്നത്. ഒരു എല്ലാം തെങ്ങിന്റെ ഉയരായിരിക്കുന്ന ആ മരത്തിന്റെ മേലെ പോയിരിക്കുന്നു. ഗോപന്മാർക്ക് ഒരു തരത്തിലും പേടിയില്ല. അവരെല്ലാം ആഘോഷിക്കുന്നു, സന്തോഷിക്കുന്നു. നമ്മളൊരു 6 അടിച്ചാൽ എന്ന് പറഞ്ഞ് വിളിക്കും. അതുപോലെ ഇവിടെ ആരാണ്? ഗോപന്മാര് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും ഗോപന്മാര് എന്തുകൊണ്ടാണ് ഭഗവാനെ ഹീറോ ആക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സിനിമ കാണുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ഹീറോ ഡൂപ്പ് ഇട്ടിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഒറിജിനൽ ഹീറോ എങ്ങനെയാ കാണിക്കുന്നത്? കൃഷ്ണൻ ഒരു ഡൂപ്പും ഇല്ല, ഒറിജിനലായിട്ട് അസുരന്മാരെ കൊല്ലുന്നു, അല്ലേ? അതേപോലെ ഈ കളിക്കുന്നത് പോലെ ഓരോ ധേനുകാസുരനെ എടുത്തെടുത്ത് എറിയുന്നു. ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് ഇവരെല്ലാവരും ലീല കണ്ടതുകൊണ്ട് അങ്ങനെ കൃഷ്ണന്റെ വലിയ ഫാനായി അവർ. അവർക്ക് കൃഷ്ണനില്ലെങ്കിൽ ആരുമില്ല എന്നുള്ള അവസ്ഥയിൽ അവരായി. അങ്ങനെ ഒരു ദിവസം കാളിയ യമുനയിൽ പോകുന്നു. കുട്ടികളെല്ലാം, ഗോപന്മാരെല്ലാം യമുനയിൽ പോയിട്ട് എന്താ പറയുക, വെള്ളം കുടിക്കാം എന്ന് പശുക്കളും ഗോപന്മാരും വെള്ളം കുടിച്ചതും കാളിയന്റെ വിഷം കൊണ്ട് എല്ലാവരും മരിച്ചുപോകും. കൃഷ്ണൻ വന്ന് നോക്കുമ്പോൾ എല്ലാ ഗോപന്മാരും ചത്തു കിടക്കുന്നു, പശുക്കളെല്ലാം ചത്തു മിതക്കുന്നു. ഇത് കണ്ടപ്പോൾ കൃഷ്ണന് തന്നെ സഹിച്ചില്ല. കൃഷ്ണന് മനസ്സിലായി ഇത് ആരാ ചെയ്തത്? ഇത് കാളിയന്റെ ജോലിയാണ്. അപ്പൊ കൃഷ്ണൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കാരുണ്യപൂർവ്വം ഈ ഓരോ ഗോപൻ എങ്ങനെ തൊട്ടിട്ട് അവരെങ്ങനെ നോക്കും, എല്ലാവരുടെ ജീവനും തിരിച്ചു കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാം കൃഷ്ണൻ പരമപുരുഷനാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 1 മാസ കുട്ടി എങ്ങനെ ഒരു അസുരനെ കൊല്ലും? 6 മാസം 3 മാസ കുട്ടിക്ക് എങ്ങനെ ഒരു അസുരനെ കൊല്ലാൻ പറ്റും? ഇത്രയും വലിയ ഹ്യൂജായിട്ടുള്ള മരത്തിനെ എങ്ങനെ മുറിച്ചിടാൻ പറ്റും? ഇതെല്ലാം കൃഷ്ണൻ അമാനുഷ്യമായ കാര്യമാണ് വൃന്ദാവനം മുഴുവനും ചെയ്തത്. അങ്ങനെ കാളിയന്റെ മേലെ കയറി നർത്തനം ചെയ്തു. ബെസ്റ്റ് ഡാൻസർ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെയാണ്. ലൈവായിട്ട് പാമ്പിന്റെ പുറത്ത് കയറി ഡാൻസ് ചെയ്തു. എല്ലാവരും കണ്ടിട്ട് അട്രാക്റ്റായി. യശോദ പേടിച്ചു, കൃഷ്ണൻ എന്തെങ്കിലും സംഭവിക്കുമോ? അവസാനം ചില സീന് കാണുമ്പോൾ ഗോപന്മാരും ഗോപികളും എല്ലാവരും പേടിക്കുന്നുണ്ട്. പക്ഷെ യശോദ എന്താ ചെയ്യുന്നത്? യശോദ തലകറങ്ങി വീണു, ബോധം കെട്ട് വീണു. കൃഷ്ണൻ മനസ്സിലായി ഇവരൊക്കെ ഒരുപാട് പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, കൃഷ്ണൻ മനസ്സിലായി ഒരുപാട് പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കൃഷ്ണൻ പയ്യെ ഡാൻസിങ് മതിയാക്കിയിട്ട് എന്ത് ചെയ്യും? ആ ലീല അവസാനിക്കും. ഇങ്ങനെ ഭഗവാൻ ഓരോ സ്ഥലത്തിലും ഞാൻ പരമപുരുഷനാണ് എന്നുള്ള കാര്യം ഭഗവാൻ ചെയ്യാണ്. ഗോപസ്ത്രീകൾക്കെല്ലാം കൃഷ്ണൻ അത്ര ഇഷ്ടമാണ്. കൃഷ്ണൻ ഓടക്കുഴൽ വായിച്ച് തന്നെ എല്ലാവരുടെ മനസ്സിനെ അങ്ങ് എടുക്കും. ഗോപികളുടെ മനസ്സിനെല്ലാം അട്രാക്ട് ചെയ്യും, പശുക്കളുടെ മനസ്സിലെല്ലാം കൃഷ്ണൻ അട്രാക്ട് ചെയ്യും. എന്നിട്ട് അവരുടെ ശരീരം മാത്രം വൃന്ദാവനത്തിലുണ്ടാവും, പക്ഷെ മനസ്സെല്ലാം കൃഷ്ണൻ പശുവിനെ മേയ്ക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഒപ്പം അങ്ങ് പോകും. പിന്നെ തിരിച്ച് വരുമ്പോൾ വൈകുന്നേരം കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുമ്പോൾ അത് കേൾക്കുമ്പോഴാണ് ആ മനസ്സ് അവർക്ക് ഉള്ളിൽ വരുന്നത്. അങ്ങ് മുഴുവൻ കോൺഷ്യസ് ആരിലാക്കി ആ കൃഷ്ണനിൽ തന്നെ ലയിച്ച് വൃന്ദാവനത്തിൽ മുഴുവൻ അങ്ങനെ ഭക്തിപരമായിട്ട് പ്രേമം കൊണ്ട് എല്ലാവരും ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ആ പ്രേമത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ ഒരു ദിവസം രാധാറാണി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഗോപി ഒന്ന് ചോദിക്കും, രാധ എന്തിനാ കരയുന്നു എന്ന് ചോദിക്കും. രാധ ഒന്നും പറയില്ല, കരയും. അപ്പോൾ ഈ ഗോപിയും കരയും. വേറൊരു ഗോപി, നീ എന്തിനാ കരയുന്നു? അത് ആ ഗോപി കരഞ്ഞു, അതുകൊണ്ട് ഞാൻ കരഞ്ഞു. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഗോപികളും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു, മാറി 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 കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫൈനലി കൃഷ്ണൻ വന്ന് ചോദിക്കും, എന്തിനാ കരയുന്നു? എനിക്കറിയില്ല, ആ ഗോപി കരഞ്ഞു അതുകൊണ്ട് ഞാൻ കരയുന്നു.
അടുത്ത ഗോപിയുടെ ചോദിക്കുമ്പോൾ ആ ഗോപി കരഞ്ഞു, അതുകൊണ്ട് ഞാൻ കരഞ്ഞു. ഫൈനലി കൃഷ്ണൻ ചോദിച്ചപ്പോൾ രാധ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തിനാ രാധ കരയുന്നു ചോദിക്കും. അപ്പൊ പറയും, കൃഷ്ണ എന്തിനാ ഇത്രയും താമസിച്ചത്? ഞാൻ എത്ര സമയം കാത്തിരിക്കുന്നു കൃഷ്ണനെ, എനിക്ക് ഒരു ക്ഷണം കൃഷ്ണനെ കാണാതെ ഇരിക്കാൻ സാധിക്കില്ല. അപ്പൊ കൃഷ്ണൻ പറയും, ഞാനൊന്നും താമസിച്ചില്ല, ഞാൻ കൃത്യം സമയത്താണ് വന്നത്, ഒരു ക്ഷണം മാത്രമേ താമസിച്ചുള്ളൂ എന്ന് പറയും. ആ ഒരു ക്ഷണം പോലും ആ ഗോപികൾക്ക് അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവരെല്ലാം കരയും. അപ്പൊ കൃഷ്ണൻ പറയാണ്, നപ്പരേഹം, ഇതിന് പകരമായിട്ട് ഞാൻ എന്താണ് തരേണ്ടത് എന്ന് പറയാണ്. അപ്പോ അങ്ങനെ കൃഷ്ണപ്രേമം വൃന്ദാവനം മുഴുവൻ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. സോ അതേ കൃഷ്ണപ്രേമം ഡെയിലി കൃഷ്ണനെ കുറിച്ച് ശ്രവിച്ചുകൊണ്ടേ ഇരുന്നാൽ തീർച്ചയായും ആ കൃഷ്ണപ്രേമം നമുക്കും ഉണ്ടാകും. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണ സ്വതാമോ ഭഗത ധർമ്മജ്ഞാനാദിവി സഹ. കൃഷ്ണൻ വന്നിട്ട് സ്വതാമോ ഭഗത, ഈ ലീലയെല്ലാം തീർത്ത് കൃഷ്ണന്റെ സ്ഥലത്ത് തിരിച്ചുപോയി. സ്വതാമോ ഭഗത ധർമ്മജ്ഞാനാദിവി സഹ. പോകുമ്പോ എങ്ങനെ പോയത്? ധർമ്മത്തിനെയും ജ്ഞാനത്തിനെയും കൂടെ തിരിച്ചെടുത്തോണ്ട് പോയി. കലോ നഷ്ടദൃശാമേശ പുരാണാർഗോ ദുനോദിത. പക്ഷെ ഈ കലിയുഗത്തില് ഇത്രയും പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പൊ കൃഷ്ണൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഒരു സൈഡ് കൃഷ്ണൻ ഇങ്ങനെ മേലെ പോയാലും അടുത്ത സൈഡ് ശ്രീമദ് ഭാഗവതം എന്നുള്ള കാര്യത്തിന് നമുക്ക് തന്നിട്ട് പോയി. അപ്പൊ കൃഷ്ണൻ ഇരുന്നപ്പോ ഈ ലീലയിൽ എത്ര ആസ്വദിച്ചോ അതേ ആസ്വാദനം ശ്രീമദ് ഭാഗവതം ഡെയിലി വായിച്ചാൽ നമുക്ക് കിട്ടും എന്നുള്ളതിൽ സംശയമില്ല. ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ അത് വ്യക്തമായിട്ട് നമുക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് ദിവസവും, അതാണ് പറയുന്നത്, നിത്യം ഭാഗവത സേവയ എന്ന് പറയുന്നുണ്ട്. ദിവസവും നമ്മൾ ശ്രീമദ് ഭാഗവതം വായിക്കണം. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. അതായത് ഒരു വ്യക്തി പരിശുദ്ധ ഭക്തനാകണമെങ്കിൽ 4 കാര്യം കൃത്യമായിട്ട് ചെയ്യണം. ഒന്ന്, അവരുടെ മനസ്സിനെ പരിശുദ്ധമാക്കണം. അതിന് നാമസങ്കീർത്തനം ചെയ്യണം. ഡെയിലി നാമം ജപിക്കുമ്പോൾ മനസ്സ് പരിശുദ്ധമാകും. ഇനി അവരുടെ ബുദ്ധിയെ പരിശുദ്ധമാക്കണം. ശ്രീമദ് ഭാഗവതം വായിക്കണം. ദിവസവും ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ അവരുടെ ബുദ്ധി പരിശുദ്ധമാകും. ഇനി അവരുടെ ഇന്ദ്രിയത്തിനെ പരിശുദ്ധമാക്കണം. അതിനുവേണ്ടി ദിവസവും കൃഷ്ണപ്രസാദം കഴിക്കണം. അപ്പം ഇന്ദ്രിയം പരിശുദ്ധമാകും എന്ന് പറയാം. ഇനി അവരുടെ അഹങ്കാരം പോണം. ഞാനാണ് എല്ലാം ചെയ്യുന്നു, ഞാനാണ് എന്നുള്ള അഹങ്കാരം പോണമെങ്കിൽ കൃഷ്ണന് സേവനം ചെയ്യണം, കൃഷ്ണ ഭക്തന്മാർക്ക് സേവനം ചെയ്യണം. അവരുടെ അഹങ്കാരം പൂർണ്ണമായിട്ട് പോകും. ഇങ്ങനെ ഈ 4 കാര്യവും ആര് ഡെയിലി ചെയ്യുന്നോ അവർ കൃഷ്ണഭക്തിയിൽ ശ്രേഷ്ഠമായിട്ട് മാറും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഒരുപാട് ലേറ്റായി എന്ന് മനസ്സിലായി. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഗോപാൽ, ഗുരു ഗൗരവ് പ്രഭുവിനും മറ്റ് എല്ലാ മുതിർന്ന ഭക്തന്മാർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ജയ് ശില പ്രഭുപാദ് കി ജയ്, ശില ഗുരുദേവ് കി ജയ്, ഗൗരപ്രേമാനന്ദ. ഹരേ കൃഷ്ണ. കൃഷ്ണലീലയുടെ മാധുര്യം പകർന്നു തന്നുകൊണ്ട് ഒരു പരിശുദ്ധ ഭക്തനാവാൻ എന്ത് ചെയ്യണമെന്ന് നമ്മളെ ഉത്ബോധിപ്പിച്ചു തന്ന ഹിസ് ഗ്രേസ് വൈകുണ്ഠേശ്വരദാസ് പ്രഭുവിന് എല്ലാ ഭക്തരുടെയും പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.